എം വിൻസെന്റിനെ മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച ലത്തീൻ സഭ ബിഷപ്പുമാർ ഹൈക്കമാൻഡിന് കത്തയച്ചു. സഭാ നേതൃത്വം കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തും. ചന്തു ചന്ദ്രശേഖർ വിവരങ്ങളുമായിട്ടുണ്ട്. ചന്തു, ഈ എം വിൻസെന്റിന്റെ കാര്യത്തിൽ സഭാ നേതാക്കൾക്ക് ഉറച്ച ശബ്ദമുള്ള സ്ഥലമാണ്. ലത്തീൻ സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള മണ്ണാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ? വിവരങ്ങൾ. തീർച്ചയായും ലത്തീൻ സഭയുടെ ഒരു പ്രാതിനിധ്യം കോൺഗ്രസ് മന്ത്രിസഭയിൽ വേണമെന്നാണ് ലത്തീൻ സഭ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് കോവളം നിയോജക മണ്ഡലം ലത്തീൻ സഭയ്ക്ക് വലിയ വേരോട്ടമുള്ള സ്ഥലമാണ്. തീരദേശ മേഖലയിൽ വിൻസെന്റിന് കഴിഞ്ഞ തവണയൊക്കെ ഈ MLA ഇപ്പോൾ MLA ആയപ്പോഴും മുൻ തവണയൊക്കെ വലിയ ഭൂരിപക്ഷം ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ലത്തീൻ സഭയുടെ വലിയ വോട്ട് എം വിൻസെന്റിന് പതിവായി ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. തീരദേശ ജനതയുടെ വോട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ലത്തീൻ സഭയുടെ ഒരു പ്രതിനിധി മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്നാണ് ലത്തീൻ സഭയുടെ ആവശ്യം. കോൺഗ്രസിനോട് ചർച്ച നടത്താനാണ് ഇപ്പോൾ ലത്തീൻ സഭ തീരുമാനിച്ചിരിക്കുന്നത്. 2 ബിഷപ്പുമാരാണ് ഹൈക്കമാൻഡിന് വിൻസെന്റിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് അയച്ചിരിക്കുന്നത്. ഉടൻ തന്നെ കോൺഗ്രസ് നേതാക്കളുമായി ലത്തീൻ സഭാ നേതൃത്വം സംസാരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ വിൻസെന്റിനെ ഗതാഗത മന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്ന സൂചനകൾ പുറത്ത് വന്നിരുന്നു. മാത്രമല്ല, മുൻ മന്ത്രിസഭകളിലൊക്കെ ലത്തീൻ സഭയുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഡൊമിനിക് പ്രസന്റേഷൻ, കെ ബാബു എന്നിവരെയൊക്കെ നേരത്തെ ലത്തീൻ സഭയിൽ നിന്ന് മന്ത്രിയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ വിൻസെന്റിനെ മന്ത്രിയാക്കണമെന്നാണ് ലത്തീൻ സഭയുടെ ആവശ്യം. ഈ ആവശ്യം ചൂണ്ടിക്കാട്ടിയാണ് ലത്തീൻ സഭ ഇപ്പോൾ ഹൈക്കമാൻഡിന് കത്തയച്ചത്. ഓക്കെ, ശരി. ചന്തു ആണ് വിവരങ്ങൾ നൽകിയത്.